നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ കോയിൻ, അതായത് പൈ നെറ്റ്വർക്കിൻ്റെ പൈ കോയിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് പ്രഡിക്ഷനാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ റിയലിസ്റ്റിക് പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പൈ കോയിൻ്റെ, അതായത് ഈ പൈ കോയിൻ ലോഞ്ച് ആവുന്ന സമയത്ത് അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണോ അതിനനുസരിച്ച് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഉള്ള ഒരു റിയലിസ്റ്റിക് പ്രൈസ് പ്രഡിക്ഷൻ. ചുമ്മാ ഒരു $10,000 $1,000 എന്ന് പറയുന്നത് അല്ലാണ്ട് റിയലിസ്റ്റിക് ആയിട്ട് എത്രയായിരിക്കും അതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ കറക്റ്റ് ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയാൻ പോണത്. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു അനാലിസിസ് ആണ്. ഇതുപോലെ കംപ്ലീറ്റ് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പൈ കോയിൻ ലോഞ്ച് ആയി കഴിയുമ്പോൾ അത് ഹോൾഡ് ചെയ്യണോ വിൽക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തന്നെ ചോയ്സാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ തന്നെ റിസ്കിൽ ഹോൾഡോ വിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു അനാലിസിസ് ആണ്. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ കോയിൻ്റെ ലോഞ്ച് തൊട്ട് നമുക്ക് നോക്കാം. പൈ കോയിൻ ലോഞ്ച് ആയത്, അല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ആപ്പ് ലോഞ്ച് ആയത് 2018 അപ്പോൾ 2018 എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 2019, 20, 21, 22, 23, 24, അതായത് 6 കൊല്ലം നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് മൈനിങ് ആയിരുന്നു ഈ ഒരു സംഭവത്തിൽ. ഇതുവരെ അതിൻ്റെ മെയിൻ നെറ്റ് ലോഞ്ച് ആയിട്ടില്ല. എൻക്ലോസ്ഡ് മെയിൻ നെറ്റ് മാത്രമാണ് ലോഞ്ച് ആയിട്ടുള്ളൂ. ഇനി ഓപ്പൺ മെയിൻ നെറ്റ്, അതായത് കംപ്ലീറ്റ്ലി ഇത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ആവണത്, ഓപ്പൺ ആവണത്, എല്ലാവർക്കും ഓപ്പൺ ആവണത്, എല്ലാവർക്കും ട്രേഡബിൾ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q1 2025 പറഞ്ഞത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഇത് ലോഞ്ച് ആവണതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 മില്യൺ ആൾക്കാർ KYC കംപ്ലീറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ നെറ്റിലേക്ക്. അതിൽ അവരുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 10 മില്യണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. അതിൽ 8 മില്യൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു 3 മാസത്തിനുള്ളിൽ 10 മില്യൺ കംപ്ലീറ്റ് ആയിരിക്കും. അല്ലെങ്കിലും അവർ ഈ ഒരു Q1 2025 ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും KYC കംപ്ലീറ്റ് ചെയ്യുക. വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉള്ളൊരു കോയിനാണ്. അപ്പോൾ ലോഞ്ച് ആയി കഴിഞ്ഞാൽ പ്രൈസ് ഹൈക്ക് എന്തായാലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. ഈ 8 മില്യൺ മെമ്പേഴ്സ് തന്നെ ഹോൾഡേഴ്സ് ആയിട്ട് വരും ഇത് ലോഞ്ച് ആയി കഴിയുമ്പോൾ. കാരണം ഇവരെല്ലാം KYC കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവർ വാലറ്റിൻ്റെ ഉള്ളിൽ പൈ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഹോൾഡേഴ്സ് ആയിട്ട് വരും. അപ്പോൾ ലോഞ്ച് ആയി കഴിയുമ്പോൾ ഹോൾഡേഴ്സ് 8 മില്യൺ എന്തായാലും ഉണ്ടാവും. 8 മില്യൺ എന്ന് വെച്ചാൽ നല്ലൊരു ബിഗ്ഗസ്റ്റ് നമ്പറാണ്. ടോപ്പ് 10 ക്രിപ്റ്റോസിൽ ഹോൾഡേഴ്സ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 8 മില്യൺ. ആ ടോപ്പ് 10 ക്രിപ്റ്റോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 8 മില്യൺ 7 മില്യൺ ഒക്കെ ഹോൾഡേഴ്സ് ഉള്ള ക്രിപ്റ്റോസാണ് ഈ ടോപ്പ് 10 കിടക്കുന്ന ക്രിപ്റ്റോസ് മൊത്തം. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഹോൾഡേഴ്സിൻ്റെ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൈ കോയിന് വലിയൊരു ഹോൾഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ വോളിയം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ഹോൾഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈ വോളിയം വരാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ വോളിയം സെല്ലിംഗ് വോളിയം ആണെങ്കിൽ നമുക്ക് പണി കിട്ടും. പക്ഷേ സെല്ലിംഗ് വോളിയം ആവാൻ ചാൻസ് ഇല്ല, കാരണം ഡിമാൻഡ് കൂടുതലുള്ള കോയിനാണ്. അപ്പോൾ ഈ ഒരു 8 മില്യൺ ആൾക്കാർ ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുത്ത ആൾക്കാരുണ്ട്. അതുകൂടാണ്ട് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ പുറത്തുനിന്നൊരു കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ 10 മില്യൺ 12 മില്യൺ 13 മില്യൺ ഒക്കെ ഹോൾഡേഴ്സ് ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ഹോൾഡേഴ്സാണ്. അപ്പോൾ ഹൈ വോളിയമാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് പെട്ടെന്ന് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി കോയിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലേറ്റിംഗ് സപ്ലൈയും പിന്നെ മാർക്കറ്റ് ക്യാപ്പും നോക്കുവാണെങ്കിലാണ് നമുക്ക് പ്രൈസ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ കുറവാണ്, മാർക്കറ്റ് ക്യാപ്പ് കൂടുതലാണെങ്കിൽ കോയിൻ്റെ പ്രൈസ് ഹൈ ആയിരിക്കും. ഇനി അതേ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ കൂടിയിട്ടും സർക്കുലേറ്റിംഗ് സപ്ലൈ വലിയൊരു സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ള ടോക്കൺ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. കാരണം സപ്ലൈ കൂടുതലാണല്ലോ. അപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുള്ള കോയിനാണ് പ്രൈസ് കൂടുതലുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൈ കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ബില്യൺ ആണ്. അപ്പോൾ 100 ബില്യൺ എന്ന് വെച്ചാൽ വലിയൊരു സപ്ലൈ ആണ്. അപ്പോൾ ആ 100 ബില്യൺ സപ്ലൈ നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ ലോഞ്ച് ആകുമ്പോൾ തന്നെ 100 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ മൈൻ ചെയ്തെടുത്ത കോയിൻസ് മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മൈൻ ചെയ്തെടുത്ത കോയിൻസ് എത്രയാണോ അത് മാത്രമായിരിക്കും ഈ മാർക്കറ്റിൽ വന്നത്. പിന്നെ ലോക്കഡായിട്ട് കുറച്ച് കോയിൻസും കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 ബില്യൺ ആണെങ്കിൽ 5 ബില്യൺ
1 ബില്യൺ ആണെങ്കിൽ 1 ബില്യൺ നമുക്ക് നോക്കാം, അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ എത്ര വരുന്നത് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു പൈ കോയിൻ്റെ മൈനിങ് സ്റ്റോപ്പ് ചെയ്യില്ല എന്നാണ് ഞാൻ കേട്ടത്. 100 ബില്യൺ ആവണ വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഇത്രയും നാൾ കൊണ്ട് ആകെ കുറച്ച് പൈ കോയിൻ മാത്രമാണ് മാർക്കറ്റിൽ സർക്കുലേഷൻ വന്നിട്ടുള്ളൂ. സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് കിടക്കണുള്ളൂ, അതായത് എൻക്ലോസ്ഡ് മെയിൻനെറ്റിലാണ് കിടക്കുന്നത്, പക്ഷേ പുറത്തോട്ട് വന്നുള്ള പക്ഷേ സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് നമുക്ക് അതിനെ കൂട്ടാലോ. അപ്പോൾ ഇത് കുറേ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മൈനിങ് റേറ്റ് കുറഞ്ഞു, ഇനി ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് കുറേ നാളെടുക്കും ഈ 100 ബില്യൺ മാർക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഗ്രാജുവലി ആണ് ഈ സപ്ലൈ സർക്കുലേറ്റിംഗ് സപ്ലൈ ഈ ടോട്ടൽ സപ്ലൈ സർക്കുലേറ്റിംഗ് സപ്ലൈയിലായിട്ട് ഇങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പോൾ വലിയ സപ്ലൈ ഒരു കോയിനാണെങ്കിൽ, വലിയ സപ്ലൈ ഉള്ളൊരു മെയിൻ കമ്പനി ആയിട്ടുള്ളൊരു കോയിനാണ്, മെയിൻ ഒരു കോയിനാണെങ്കിൽ അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ ആദ്യം കുറവായിരിക്കും, പിന്നെ ഗ്രാജുവലി ആണ് അവർ പാർട്ടായിട്ട് റിലീസ് ആക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൈയുടെ കേസ് പറയുകയാണെങ്കിൽ അവർ റിലീസ് ആക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ മൈനിങ് ആണ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൈനിങ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോഴും അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ കുറവ് തന്നെയായിരിക്കും, ചെറുതായിട്ടാണ് ഇങ്ങനെ കൂടി വരുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈസിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല, വലിയ ക്രാഷ് ആവില്ല. ഒറ്റയടിക്ക് സർക്കുലേറ്റിംഗ് സപ്ലൈ ഹൈ ആവുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ പെട്ടെന്ന് ക്രാഷ് ആവുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന വേറൊരു സംഭവമാണ് FDV എന്ന് പറഞ്ഞാൽ. FDV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷൻ എന്ന് പറയും. അപ്പോൾ ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷനും മാർക്കറ്റ് ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ സർക്കുലേറ്റിംഗ് സപ്ലൈ അതായത് സർക്കുലേറ്റിംഗ് സപ്ലൈ മൾട്ടിപ്ലൈഡ് ബൈ കറൻറ്റ് പ്രൈസ് ഓഫ് ദ കോയിനാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ. ഇനി FDV എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈ മൾട്ടിപ്ലൈഡ് ബൈ കറൻറ്റ് പ്രൈസ് ഓഫ് ദ കോയിനാണ്. അതായത് ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷനാണ് FDV എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ FDV മാർക്കറ്റ് ക്യാപ്പും എന്തോരം അതിൻ്റെ റേഷ്യോ എന്തോരം സിമിലറായിരിക്കണോ അത്രയും നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇനി മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ കോയിൻസ് കുറവായിരിക്കും. FDVയും മാർക്കറ്റ് ക്യാപ്പും സെയിം ആയിട്ട് നിൽക്കുവാണെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ അത് 1:1 ആയിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ, അതായത് കംപ്ലീറ്റ് മാർക്കറ്റ് വന്നു. അങ്ങനെയുള്ളൊരു കേസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇനി മാർക്കറ്റിലേക്ക് കുറേ കോയിൻസ് ഇറങ്ങാനുള്ള ആ ഒരു ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇൻക്രീസ് ആവില്ല, അതുകൊണ്ട് പ്രൈസ് ഡംപ് ആവാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ FDVയും ഈ ഒരു മാർക്കറ്റ് ക്യാപ്പും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്, 1:50 ഒക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇപ്പോൾ ഭയങ്കര കുറവാണ്. കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയൊരു സപ്ലൈ ഓഫ് കോയിൻ ഇനിയും കിടക്കുവാണ്. ആ കോയിൻസ് സർക്കുലേറ്റിംഗ് സപ്ലൈയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോയിൻ്റെ വാല്യൂ കുറയും, കാരണം സപ്ലൈ കൂടുകയാണ്. അപ്പോൾ ഇപ്പോൾ പൈയുടെ കേസ് പറയുകയാണെങ്കിൽ പൈക്ക് സർക്കുലേറ്റിംഗ് സപ്ലൈ കുറവാണ്, പക്ഷേ അതിൻ്റെ ടോട്ടൽ സപ്ലൈ 100 ബില്യൺ ആണ്, വലിയൊരു സപ്ലൈ ആണ്. അത് FDV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പൈയുടെ എന്താണെന്ന് വെച്ചാൽ പൈ ചിലപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞാൽ ഈ ഗ്രാജുവലി വന്നുകൊണ്ട്, ഗ്രാജുവലി എന്ന് വെച്ചാൽ ഇത്രയും നാളെടുത്തിട്ട് നമുക്ക് ഇത്രയും കോയിൻസാണ് മൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ മൈൻ ചെയ്ത് കൊല്ലങ്ങളെടുത്താൽ മാത്രമാണ് ഈ ടോട്ടൽ 100 ബില്യണും നമ്മുടെ മാർക്കറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ ഭയങ്കര ഗ്രാജുവലിയാണ് ഇൻക്രീസ് ആവുള്ളൂ ഈ പൈയുടെ കേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് അത്ര റിസ്ക് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇനി ഒരു ഭാവിയിൽ വല്ല ബേണിങ്ങും കോയിൻ ബേണിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ വീണ്ടും കുറയും, ടോട്ടൽ സപ്ലൈ. അതുകൊണ്ട് ഇതൊരു വലിയൊരു റിസ്ക് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, 8 മില്യൺ ആൾക്കാർ കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. സെല്ലിംഗ് പ്രഷർ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടോപ്പ് 10 ക്രിപ്റ്റോസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് 10 ക്രിപ്റ്റോസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ കുറവുള്ള കോയിൻസാണ് ടോപ്പ് 10 വന്നേക്കുന്നത്. പിന്നെ അവരുടെ ഹോൾഡേഴ്സ് ഹൈ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൈ കോയിൻ്റെ 8 മില്യൺ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ലോഞ്ച് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 10 മില്യണിന് മുകളിൽ പോയേക്കാം ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മളും ഏകദേശം ടോപ്പ് 10 വരാനുള്ള ചാൻസ് ഉണ്ട്, മാർക്കറ്റ് ക്യാപ്പ് ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഹോൾഡേഴ്സ് കൂടുതലാണെങ്കിൽ വോളിയം ഹൈ ആയിരിക്കും. വോളിയം ഹൈ ആകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് ഹൈ ആവും. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് വോളിയം ഹൈ ആയാലാണ് മാർക്കറ്റ് ക്യാപ്പ് ഹൈ ആവുന്നത്. ബൈയിങ് വോളിയം ആയിരിക്കും എന്തായാലും ഹൈ ആവുന്നത്. കാരണം നമ്മുടെ ലോഞ്ച് ആവുന്ന കോയിൻസ് എന്ന് വെച്ചാൽ സെല്ലിങ് എന്തായാലും നടക്കുക. ആ സെല്ലിങ് ചെയ്ത് വന്ന സാധനങ്ങൾ വേറെ ആൾക്കാരും മേടിക്കും. എന്ന് വെച്ചാൽ ബൈയിങ് ആയിരിക്കും കൂടുതൽ, കാരണം ഡിമാൻഡുള്ള കോയിനാണ്. മൈൻ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ബൈയിങ്ങിൽ പോകും, അതായത് ബൈ ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേജറായിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ വോളിയം ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടോപ്പ് 10 വരാനുള്ള ചാൻസ് നമുക്ക്
തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ടോപ്പ് 10 വരാനുള്ള ചാൻസ് ഉണ്ട്. ടോപ്പ് 10 മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 10 വരാനുള്ള ചാൻസ് ഉണ്ട് പൈക്കോയിൻ എന്ന് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 2 ട്രില്യൺ ആണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ്റെ സപ്ലൈ വളരെ കുറവാണ്. 19.85 സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഇനി നമ്മൾ എതീറിയം നോക്കുകയാണെങ്കിലോ, എതീറിയത്തിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 300 സംതിങ് ബില്യൺ ആണ്. ഓക്കെ, പിന്നെ സോളിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 135 ബില്യൺ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പൈക്കോയിനെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ കറണ്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ വെച്ചിട്ട്, കറണ്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ ഇത്രയും 8 മില്യൺ ആൾക്കാർ KYC കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മെയിൻനെറ്റിലായിട്ട് മൈഗ്രേറ്റ് ആയ ടോട്ടൽ കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിൻനെറ്റ് മെട്രിക്സ്, അതായത് പൈക്കോയിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കറൻ്റ്ലി സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള പൈക്കോയിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് അവരുടെ തന്നെ മെയിൻനെറ്റ് ബ്ലോക്ക് എക്സ്പ്ലോററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് നമുക്ക് നോക്കാം. ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് എന്ന് വെച്ചാൽ 5.65 ബില്യൺ ആണ്. അതായത് 5.65 ബില്യൺ കോയിൻസ് മാത്രമാണ് ഇത്രയും ഈ 6 കൊല്ലം കൊണ്ട് മൈൻ ചെയ്തെടുത്തിട്ടുള്ളൂ. അതായത് 5.65 ബില്യൺ ഇത്രയും 6 കൊല്ലം കൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് എന്ന് വെച്ചാൽ 5.65 ബില്യൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോയിൻസിനേക്കാളും ഈ ടോപ്പ് 10 ഈ പറഞ്ഞ കോയിൻസിനേക്കാളും ഹൈ ആണ് അതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ലോക്ക്ഡ് മൈനിങ് റിവാർഡ്സ് നോക്കാം, അതുകൂടി നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഈ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സിൽ 4.15 ബില്യൺ കോയിൻസ് കറൻ്റ്ലി ലോക്ക്ഡ് ആണ്. അതായത് 5.65 4.15 ബില്യൺ കോയിൻസ് ഓൾറെഡി ലോക്ക്ഡ് ആണ്. ലോക്ക്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ലോക്കപ്പ് പീരീഡ് സെറ്റ് ചെയ്തു, ഇത്രയും നാളത്തേക്ക് ലോക്ക് ചെയ്യാനായിട്ട്. അത് 1 ഇയർ 2 ഇയർ 3 ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലോക്കപ്പ് പീരീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനിങ് നമുക്ക് കൂടുതൽ മൈനിങ് റേറ്റിൽ മൈൻ ചെയ്യാന്നുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ലോക്കപ്പ് പീരീഡ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കറൻ്റ്ലി ലോക്കായി കിടക്കുന്ന കോയിൻസിൻ്റെ എണ്ണമാണ് പറയുന്നത്. ഈ പറഞ്ഞ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സിൽ നിന്ന് അത് മൈനസ് ചെയ്താലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ കിട്ടണമെന്നാണ് എനിക്ക് മനസ്സിലായത് കണ്ടിട്ട്. എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അപ്പോൾ ഇത് ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ നെറ്റിലായിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത ടോട്ടൽ കോയിൻസ് ആണ്. ഇനി കറൻ്റ്ലി ലോക്ക്ഡ് മൈനിങ് റിവാർഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോയിൻസിൽ എത്ര എണ്ണം ഇത്ര നാളത്തേക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഞ്ച് ആവുമെന്ന് വിചാരിച്ചോ. ഇനി 2 മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു റൗണ്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് കുറേ പേരുടെയും KYC കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് ഒരു 6.5 ബില്യൺ ആയെന്ന് വെച്ചോ, അല്ലെങ്കിൽ 7 ബില്യൺ ആയെന്ന് വെച്ചോ. മാക്സിമം നമുക്ക് നോക്കാം 7 ബില്യൺ ആയെന്ന് വിചാരിച്ചോ. അപ്പോൾ 7 ബില്യണായി. ടോട്ടൽ മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്സ് 7 ബില്യൺ ആണ്. കറൻ്റ്ലി ലോക്ക്ഡ് റിവാർഡ്സ് കുറേയൊക്കെ മാർക്കറ്റിലേക്ക് റിലീസാവും കേട്ടോ. അപ്പോൾ നമുക്ക് അത് 4 ബില്യൺ തന്നെ കൂട്ടിയാലോ, അതായിരിക്കും നല്ലത്. കുറേയൊക്കെ മാർക്കറ്റിലേക്ക് റിലീസാവും. കാരണം 3 ഇയേഴ്സിൽ ലോക്കായതൊക്കെ 2 മാസം കഴിയുമ്പോഴൊക്കെ അത് അൺലോക്ക് ആവും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7 ബില്യൺ മൈനസ് 4 ബില്യൺ നമുക്ക് നോക്കാം. 7 ബില്യൺ മൈനസ് 4 ബില്യൺ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 ബില്യൺ ആയിരിക്കും നമ്മുടെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് ചെയ്യാം. നമുക്ക് 3 ബില്യൺ റൗണ്ട് ആക്കിയിട്ട് നോക്കാം. ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ 3 ബില്യൺ ആണ്. പൈ എന്ന് പറഞ്ഞൊരു കോയിൻ നിങ്ങൾ കളിക്കേണ്ടത്, നിങ്ങൾ കാണുന്നുണ്ടാവും $40 ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ചാൽ. അത് IOU കോയിനാണ്. IOU കോയിൻ എന്ന് വെച്ചാൽ IOU കോയിൻ എന്ന് വെച്ചാൽ പൈ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എക്സ്ചേഞ്ചുകാരൊക്കെ ഒരു ഡമ്മി എന്ന് നമുക്ക് പറയാം, ഡമ്മി പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കോയിനാണ്. അതിൻ്റെ ഇപ്പോഴത്തെ സപ്ലൈ എന്ന് വെച്ചാൽ ആകെ 68 മില്യൺ ഉള്ളൂ. ആ ഒരു 68 മില്യണിൽ വച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തതാണ്. അപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ ആകെ 68 മില്യൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൈക്കോയിൻ വന്നു കഴിയുമ്പോൾ നമുക്ക് 3 ബില്യൺ ആണെന്ന് ഞാൻ പറഞ്ഞു. 3 ബില്യൺ എക്സാമ്പിൾ പറഞ്ഞാണ്, അത്രയും ആവുമോ അറിയില്ല. ഓക്കെ, അതിൻ്റെ ലോക്കഡ് റിവാർഡ്സ് എത്ര പുറത്ത് വരുന്നത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ 3 ബില്യൺ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ 3 ബില്യൺ ആണെങ്കിൽ അതിന് $1 ആവണമെങ്കിൽ, ഇപ്പോൾ പൈക്കോയിൻ ഒരു $1 ആവണമെന്നുണ്ടെങ്കിൽ 3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വന്നാലാണ് $1 ആവുള്ളൂ. ഇപ്പോൾ 3 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ളൊരു കോയിൻ $1 ആവണമെന്നുണ്ടെങ്കിൽ 3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വേണം. പിന്നെ ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി ഉള്ള IOU ടോക്കൺ, അതായത് പൈക്കോയിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ $45 ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.02 ബില്യൺ ആണ്. 3 ബില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിൽ വന്നാലാണ്, ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്തായാലും നമ്മുടെ വരും. അതായത് പൈക്കോയിൻ 3 ബില്യൺ ആണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എങ്കിൽ 3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലായാലാണ് നമുക്ക് $1 ആവുള്ളൂ. പൈക്കോയിന് $1 ആവണമെങ്കിൽ 3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരണം.
ഇനി 30 ബില്യൺ കുറച്ചുകൂടി നമ്മൾ ഒരു വീക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 30 ബില്യണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഹോൾഡേഴ്സ് കൂടുതലാണ്, 8 മില്യൺ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 മില്യൺ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വോളിയം വരാനുള്ള ചാൻസ് ഉണ്ട്, മാർക്കറ്റ് ക്യാപ്പ് ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ 3 ബില്യൺ എന്നുള്ള 30 ബില്യണിലോട്ട് പോകും. 30 ബില്യണിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $10 ആവും. നമ്മുടെ ഒരു പൈക്കോയിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ $10 ആവും. ഇനി $100 ആവണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. $100 ആവണമെങ്കിൽ 300 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരണം. 300 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എതീറിയം നോക്കിക്കഴിഞ്ഞാൽ എതീറിയത്തിന് 400 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. പക്ഷേ എതീറിയത്തിന് ഹോൾഡേഴ്സ് അതുപോലെ ഉണ്ട്. എതീറിയത്തിന് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ 300 പ്ലസ് മില്യൺ ഹോൾഡേഴ്സ് ഉണ്ട് എതീറിയത്തിന്. പിന്നെ എതീറിയം സപ്ലൈ കുറവാണ്, അതാണ് മെയിൻ കാരണം. ഓക്കെ, ഇനി 3 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ വെച്ചിട്ട് നമ്മൾ ഒരു മാക്സിമം ഒരു 100 ബില്യൺ പോയി എന്ന് വെച്ചാൽ 90 ബില്യൺ നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാം. 90 ബില്യൺ പോവുകയാണെങ്കിൽ ഈ ഒരു പൈക്കോയിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $30 ആയിരിക്കും. ഒരു പൈക്കോയിൻ്റെ പ്രൈസ് $30 ആയിരിക്കും 90 ബില്യൺ പോയി കഴിഞ്ഞാൽ. 90 ബില്യണൊക്കെ വേണമെങ്കിൽ പോകാം. കാരണം ടോപ്പ് ക്രിപ്റ്റോ കറൻസികളിൽ, ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ എല്ലാത്തിനും ഹൈ ഹോൾഡേഴ്സ് നമ്പർ ഉണ്ട്. ഹൈ ഹോൾഡേഴ്സ് നമ്പർ ഉള്ളതിനൊക്കെ ഹൈ വോളിയം ഉണ്ട്, ഹൈ വോളിയം ഉള്ളതിനൊക്കെ ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഹോൾഡേഴ്സിൻ്റെ നമ്പർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ഹോൾഡേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ഒന്നും സെല്ല് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. സപ്ലൈ നമ്മുടെ കുറവാണ്, 3 ബില്യൺ ആണ് സപ്ലൈ ഉള്ളൂ, 100 ബില്യൺ വന്നില്ല മാർക്കറ്റിലേക്ക്. പിന്നെ നമ്മൾ ഈ അടുത്തൊരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ XRP ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ XRP നമ്മൾ നോക്കുകയാണെങ്കിൽ XRPയുടെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ 100 ബില്യൺ ആണ് നമ്മുടെ പൈപ്പ് പോലെ തന്നെ. അതിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ 57.56 ബില്യൺ ആണ്. അപ്പോൾ 57.56 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയിക്കഴിഞ്ഞാൽ XRP $1 ആവും. അപ്പോൾ XRP ഇപ്പോൾ കിടക്കുന്നത് $3. $3 ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 180.14 ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വന്നത്. അല്ല 14 അല്ല 92 ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വന്നത്. അപ്പോൾ അതുപോലെ XRPയുടെ റേറ്റിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് 180 മാർക്കറ്റ് ക്യാപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് $60, 180 ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് നമ്മൾ പോകണമെങ്കിൽ $60 ആയിരിക്കും പൈക്കോയിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ. ഇനി പൈക്കോയിൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 ബില്യൺ ടോട്ടൽ ഞാൻ സർക്കുലേറ്റിംഗ് സപ്ലൈ 3 ബില്യൺ ആയിട്ട് കണക്ക് കൂട്ടിയോണ്ടാണ് പറയുന്നത്. ഇപ്പോൾ 3 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ വെച്ചിട്ട് പൈക്കോയിന് $100 ആവണമെങ്കിൽ 300 ബില്യൺ വന്നം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എതീറിയത്തിൻ്റെ തൊട്ട് താഴെ വന്നം. എന്നാൽ മാത്രമാണ് $100 ആവുള്ളൂ. ഇനി അത് $1000 ആവണമെങ്കിലോ അത് ഇത്തിരി കഷ്ടപ്പാടാണ്. അത് പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. $1000 അടുത്തൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. $1000 എന്നൊക്കെ ആൾക്കാരിട്ടുണ്ട്. $1000 ആവുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. കാരണം ബിറ്റ്കോയിൻ്റെ മുകളിൽ പോകില്ലേ മാർക്കറ്റ് ക്യാപ്പ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ആവുന്നുള്ളത്. അപ്പോൾ $100 ആവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും അതൊരു ഹൈ എൻഡാണ് പറഞ്ഞത്. ഹൈ എൻഡിൽ അത്രയൊക്കെ പോകാൻ എനിക്ക് 300 ബില്യണൊക്കെ പോകുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ വന്നു കഴിഞ്ഞാലുള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. 3 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ അല്ല, അതിലും താഴെയാണോ എന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ 1 ബില്യൺ ആണ് സർക്കുലേറ്റിംഗ് സപ്ലൈ വന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടിയും പെട്ടെന്ന് നമുക്ക് $1 $10 ഒക്കെ അടിക്കാം. കാരണം 1 ബില്യൺ ആണ് സർക്കുലേറ്റിംഗ് സപ്ലൈ എങ്കിൽ 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് $1 ആവും ഒരു കോയിന്. 10 ബില്യൺ ആയി കഴിഞ്ഞാൽ $10 ആവും. പിന്നെ 100 ബില്യൺ ആയാൽ മതി നമുക്ക് $100 ആവാൻ. 1000 ബില്യൺ ആയാലാണ് നമുക്ക് $1000 ആവണം. $1000 ബില്യൺ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരണം. 1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്തായാലും വരാൻ പോകണില്ല. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് 1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രില്യൺ അടിച്ചേക്കുന്നത് ആകെ ബിറ്റ്കോയിൻ മാത്രമേ ഉള്ളൂ. ബിറ്റ്കോയിനെ കൂട്ട് ട്രില്യൺ അടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ ഗ്ലോബലി അക്സെപ്റ്റഡ് കറൻസിയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ വളരെ കുറവാണ്. അപ്പോൾ ഡിമാൻഡ് വളരെ ഹൈ ആണ്. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ഹൈ ആണ്. അപ്പോൾ അത്രയും ഡിമാൻഡൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രൈസ് പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ നെറ്റ്വർക്കിൻ്റെ. എന്ന് വെച്ചാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇപ്പോഴത്തെ എൻ്റെ പ്രൈസ് പ്രഡിക്ഷൻ കണ്ടിട്ട് $1000 അടിക്കാൻ ഇത്തിരി പാടാണെങ്കിലും $1 $10 $30 ഒക്കെ വേണമെങ്കിൽ അടിച്ചേക്കാം. അത് $1 എന്തായാലും അടിക്കേണ്ട സംഭവമാണ്. $10 ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഹോൾഡേഴ്സ് കുറേ ഹോൾഡേഴ്സ് ഉള്ളതുകൊണ്ട് $10 ഈസി ആയിട്ട് അടിക്കാം. $100 അത്രയും ഒരു ഹൈലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് $100 അടിക്കാം. അത് അത്രയും ഒരു വോളിയം വരുവാണെങ്കിൽ, അത്രയും ഒരു ഡിമാൻഡ് കയറുവാണെങ്കിൽ $100 നമുക്ക് അടിക്കാം. പക്ഷേ $1000 പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനീ പറഞ്ഞത് 3 ബില്യൺ എന്ന് പറഞ്ഞ ഒരു സർക്കുലേറ്റിംഗ് സപ്ലൈ വെച്ചിട്ടാണ്.
പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ പൈ നെറ്റ്വർക്കിൻ്റെ ഗ്രേസ് പീരീഡ് ജനുവരി 31 വരെ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് KYC കംപ്ലീറ്റ് ചെയ്ത് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈ നഷ്ടമായി പോകും, നിങ്ങൾ മൈൻ ചെയ്തെടുത്ത പൈ നഷ്ടമായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഉയർത്തുക. അപ്പോൾ പുതിയൊരു ദിവസം തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.